ഹായ് ഹലോ നമസ്കാരം. എബി ന്യൂ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കാച്ചിലും മധുരക്കിഴങ്ങൊക്കെ നട്ടിട്ടുണ്ടെന്ന്. പക്ഷെ ഇത് പരുവാവുന്നതേ ഉള്ളൂ. പക്ഷെ 3-4 ദിവസത്തിന് മുമ്പ് ഒരു ഗ്രോ ബാഗിനകത്ത് നിന്ന് ഒരു വലിയ കാച്ചിൽ കിട്ടിയിരുന്നു. അതൊരു അബദ്ധത്തിൽ പറ്റിയതാ. എൻ്റെ വള്ളിയൊക്കെ പൊട്ടിപ്പോയിട്ടിരുന്നു. ഗ്രോ ബാഗ് ഒഴിഞ്ഞിരിക്കുകയാണല്ലോ, മണ്ണ് മാത്രം കിടക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പച്ചമുളകിൻ്റെ തൈ നടാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും കൈ കൊണ്ട് മണ്ണങ്ങോട്ട് മാറ്റിയപ്പം അതിനകത്ത് വലിയ എന്തോ ഒരു പീസ് കിടക്കുന്നു. നോക്കിയപ്പം കാച്ചിലിൻ്റെ വലിയൊരു ഇതായിരുന്നു. അതിൻ്റെ വള്ളിയെല്ലാം പൊട്ടിപ്പോയെങ്കിലും അത് പരുവായി കിടക്കുമായിരുന്നു. പക്ഷെ ഒരു ചെറിയ പീസേ കിട്ടിയുള്ളൂ. വെറും ചെറുതല്ല, എന്നാലും ഒരു 5-6 കഷ്ണത്തിനുള്ളതുണ്ടായിരുന്നു. പിന്നെ ഈ മധുരക്കിഴങ്ങ് തറയിലാണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഇഞ്ചിയും ഒരു കവറിലാണ് നട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. മുമ്പ് ഞാൻ 5 കിലോയുടെ ആശീർവാദിൻ്റെ ഒരു കവറിൽ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് നിറച്ചും കിട്ടിയായിരുന്നു. മണ്ണിളകി കിടക്കുന്നതനുസരിച്ചാണ് നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളെന്നല്ല, എല്ലാം അതുപോലെ തന്നെ. റോസയായാലും എല്ലാം പൂ പിടിക്കുന്ന കൂടുതലും മണ്ണിളകി കിടന്നാലേ അതങ്ങോട്ട് നല്ല വളർച്ചയും കായും ഒക്കെ പിടിക്കത്തുള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ വിളവ് എന്തായാലും ഡിസംബറൊക്കെ ആകുമ്പോഴേ നമുക്ക് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും വിളവെടുപ്പ് എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.